ആനന്ദംകുടി വലിയത്തുപറമ്പ് എൻ്റെ ലെങ്താണ് 8 കിലോമീറ്ററാണ്. പക്ഷെ അടുത്ത് കിട്ടില്ല. കോതമംഗലം മണ്ഡലത്തിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ പിണൂർക്കുടി മേഖലയിലാണ് ഇന്നിപ്പോൾ ഈ ട്രെഞ്ചിങ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എൽദോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആനയുടെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നൊരു സംഭവം ഉണ്ടാകുകയും അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു വർക്ക് നേരത്തെ അതിന് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ സാങ്കേതിക നടപടികൾ ടെൻഡർ അടക്കം പിന്നീട് ലെവൽസ് അപ്രൂവ് ചെയ്യുന്ന പ്രവൃത്തിയടക്കം പൂർത്തീകരിക്കുന്ന വേളയിലാണ് ഈ ഒരു അപകടം കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ വേഗത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേഖലയിൽ ഈ വെളിയത്തുപറമ്പ്, വലിയ കണാച്ചേരി, നമ്മുടെ ആനന്ദംകുടി ഉൾപ്പെടെ വരുന്ന 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ട്രെഞ്ചിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കുന്നത്. കോതമംഗലം മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ, അത് ട്രെഞ്ചിൻ്റെയും ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെയും ഫെൻസിങ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളാണ് 5 പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ട്രെഞ്ചിൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെ ഈ മേഖലയിലാണ്. ഇപ്പോൾ വലിയ തോതിൽ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ സാന്നിധ്യം കണ്ടുവരുന്നൊരു പ്രദേശം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ പ്രവൃത്തി അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രദേശവാസികളുടെയൊക്കെ ഒരു വലിയ സഹകരണം ഈ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സമയബന്ധിതമായി ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ നാട്ടുകാരുടെ എല്ലാം വലിയ സഹകരണം ഉണ്ടാകണം. പ്രിയപ്പെട്ട വാർഡ് മെമ്പറെല്ലാം ഇതിന് നല്ല നിലയിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പൊതുപ്രവർത്തകരും വനംവകുപ്പിൻ്റെ കൃത്യമായ മേൽനോട്ടവും ഈ പ്രവർത്തനത്തിനുണ്ട്. അപ്പോൾ നല്ല നിലയിൽ ഇതിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ മറ്റ് മേഖലകളിലും ഇതുപോലുള്ള പ്രതിരോധ മാർഗങ്ങൾ ആവശ്യമായി വരുന്ന മേഖലകളിലെല്ലാം തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഫണ്ടൊരു തടസ്സമാകില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. MLA ഫണ്ട് അടക്കം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉരുളനണ്ണയിൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മളൊരു പുതിയ വാഹനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നേരുമംഗലം റേഞ്ചിൽ തന്നെ പെടുന്ന ചെമ്പൻകുടിയിലും മറ്റൊരു വാഹനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യമായ പ്രദേശങ്ങളിലെല്ലാം ആ നിലയിൽ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിരവധി മേഖലകളിൽ നമ്മുടെ പിണൂർക്കുടിയിലടക്കം ഉരുളനണ്ണി ഉൾപ്പെടെ വരുന്ന മേഖലകളിലൊക്കെ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് കുറേ കൂടി വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ, ഏതാണ്ട് 400ഓളം വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, അത്യാവശ്യം വെളിച്ചം, സാധാരണ നിലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് അല്ല, നല്ല വെളിച്ചം ലഭ്യമാകുന്ന നിലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവും നമുക്ക് ഈ ആഴ്ച തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കണം. നമുക്ക് ഈ ഒരു പ്രതിസന്ധി അത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കൂടുതലായി ഈ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സമയബന്ധിതമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൃത്യമായ സഹകരണം ഉണ്ടാകണം. ഇന്നിപ്പോൾ ഇവിടെ നിന്നും ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. തുടർന്ന് ഒരു ദിവസം പോലും ഇത് മുടക്കം കൂടാതെ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിർത്തണം. 2 സൈഡിലേക്ക്